MTN News, Malayalam Television Network. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരൂരങ്ങാടി ടൗണിലെ റോഡ് കീറിപ്പൊളിച്ചിട്ട് 7 മാസത്തോളമായിട്ടും റീടാർ ചെയ്യാത്തതിനെതിരെ പ്രദേശത്ത് വലിയ ജനരോക്ഷം ഉയരുന്നു. റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നതുമൂലം പ്രദേശവാസികളും വ്യാപാരികളും കടുത്ത ദുരിതത്തിലാണ്. ഈ വിഷയത്തിൽ പലതവണ മുനിസിപ്പാലിറ്റി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ പരിഹാരവുമില്ലെന്നാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം ആരോപിക്കുന്നത്. അധികാരികളുടെ കടുത്ത അവഗണനയ്ക്കും ജനദ്രോഹ നടപടിക്കുമെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം തിരൂരങ്ങാടി മേഖലാ കമ്മിറ്റിയുടെ തീരുമാനം. റോഡ് ഉടനടി നന്നാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യാപാരികളെയും നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് തിരൂരങ്ങാടിയിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തകർന്നുകിടക്കുന്ന റോഡ് വൻ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാക്കുമെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം തിരൂരങ്ങാടി മേഖലാ പ്രസിഡന്റ് ഞാറക്കാടൻ ഹംസ ഹാജി MTN ന്യൂസിനോട് പറഞ്ഞു. ഈ തിരൂരങ്ങാടി ടൗണിൽ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് 8 മാസത്തോളമായി. ഇതുവരെ അതിനൊരു പരിഹാരമില്ല. ഇനിയിപ്പോൾ സ്കൂൾ വർഷം ആരംഭിക്കാൻ പോവുകയാണ്. 10,000-ഓളം വിദ്യാർത്ഥികളാണ് റോഡിൽ ഇറങ്ങാൻ പോകുന്നത്. അവരെ വാഹനങ്ങളും അതുപോലെ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി, MKH ആശുപത്രി, ഇതിൻ്റെ അടിയിൽ യാത്രക്ക് ഇതല്ലാത്ത വേറൊരു മാർഗമില്ല. അധികൃതർക്ക് പല ജാതി നിവേദനങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തിയിട്ട് അവർ അനങ്ങാപ്പാറനെയാണ്. അവർ ഈ വിഷയം പരിഗണിക്കുകയില്ല. അവർ പലജാതി സാങ്കേതിക തടസ്സങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. ഇത്രയും ഈ പ്രശ്നം ഉടനെ പരിഹരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ മുതൽ എല്ലാവർക്കും ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അധികൃതർ ഇടപെട്ട് ഈ ദുരിതത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. സർക്കാർ തലത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും നികുതി പിരിക്കുന്ന കാര്യത്തിൽ മാത്രമേ വളരെ ഉഷാറുള്ളൂ. ജനങ്ങളെ സേവനം ചെയ്യുന്ന കാര്യത്തിൽ ഒരു അനക്കവും കാണുന്നില്ല. അവർ ശമ്പളം പറ്റുക, പത്ത പറ്റുക, പെൻഷൻ പറ്റുക, ഇതല്ലാതെ ജനങ്ങളെ കാര്യത്തിൽ ഒരു ഇടപെടലും സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തിരൂരങ്ങാടി ടൗണ്. ഇപ്പൊ പെരുന്നാൾ സീസണും കൂടിയായി. പെരുന്നാൾ സീസണും സ്കൂൾ സീസണ്. കടകളിൽ കണ്ടമാനം കുട്ടികളും സ്ത്രീകളും പർച്ചേസിന് വേണ്ടി റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. പെരുന്നാളും ഇപ്പോൾ ആകെ ഗുൽമാലിലാണ് ഇപ്പോൾ നാടൊന്നായിട്ട്. അതുകൊണ്ട് ഉടനെ ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.